ശ്രദ്ധിക്കുക. ഇനി നമുക്കുള്ളത് ഹുദൈബിയയിലെ ഒരു മ്യൂസിയമാണ്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. ഹുദൈബിയയിലെ പ്രസിദ്ധമായ ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ ഒരുപാട് പഴയകാല സ്മാരകങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിൽ ഉള്ള കഅബയുടെ വിവിധങ്ങളായ ഭാഗങ്ങൾ, സംസം കിണറിന്റെ പിൽക്കാലത്ത് ഉണ്ടായിരുന്ന രൂപങ്ങൾ, മഖാം ഇബ്രാഹിമിന്റെ രൂപങ്ങൾ, കഅബയുടെ പുരാതനമായ പഴക്കമേറിയ കില്ലകൾ, കഅബയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുമ്പ് തീപിടുത്തങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന മരത്തടികൾ, പഴയകാല നാണയങ്ങൾ, പഴയകാല ഘടികാരങ്ങൾ, ക്ലോക്കുകൾ, ടൈം പീസ് എന്നൊക്കെ പറഞ്ഞു തരാം, ക്ലോക്കുകൾ. അങ്ങനെ മക്കയുമായി ബന്ധപ്പെട്ട പുരാതനമായ ചില കാഴ്ചകൾ അടുത്ത കാലത്തുള്ളതും ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഉള്ള ചില കാഴ്ചകളും ഉണ്ട്. പഴയ മക്കയുടെ രൂപങ്ങൾ, മക്കയുടെ പഴയ ചിത്രങ്ങളൊക്കെ കാണാം. അത് നല്ലൊരു കാഴ്ചയാണ്. ഇൻഷാല്ലാ ചെറിയ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ വേണമെങ്കിൽ എടുത്ത് നിങ്ങൾ ഇൻഷാല്ലാ കാഴ്ചകളൊക്കെ കാണാം. അപ്പോ ഹുദൈബിയ മ്യൂസിയം നിങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയതാണ്. സാധാരണ അത് കിട്ടാറില്ല. 4-5 വർഷമായിട്ട് ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല 3-4 വർഷമായിട്ട്. കൊറോണയുടെ മുമ്പാണ് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നത്. ഇപ്പോ വീണ്ടും അൽഹംദുലില്ലാ ഈ കഴിഞ്ഞ ഹജ്ജോടുകൂടെ, ഹജ്ജോ അല്ലെങ്കിൽ ഹജ്ജിന്റെ ശേഷം, ഞങ്ങൾക്ക് കിട്ടുന്നത് ഹജ്ജിന് ശേഷമാണ്. ഹജ്ജിന് ശേഷം അൽഹംദുലില്ലാ പിന്നീട് അതിനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പൊ അത് തുറന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാഴ്ചകള് നമുക്ക് കാണാം. അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തന്നെയാണ് കഅബയുടെ. ഇന്നലെ ആരോ ചോദിച്ചിരുന്നില്ലേ, കഅബയുടെ കില്ല നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിരുന്നില്ലേ? അതിവിടെയാണ്. റൗള ഷരീഫ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ ഷരീഫിൽ ഖബർ ഷരീഫിന്റെ മുകളിൽ ഇടുന്ന പച്ച വിരിയുണ്ട്. ആ പച്ച വിരിയും ആദരവോടുകൂടെ ജാറത്തിനും മഹാന്മാർക്കൊക്കെ എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ സ്ഥാനം കൊടുക്കേണ്ടി വരും. അത് ഉറപ്പാണല്ലോ. നല്ല ആളുകൾ ഓനെ എത്ര ബഹുമാനിക്കണ്ടെന്ന് നമ്മൾ നല്ലൊരാളെ പറ്റി പറഞ്ഞാലും ആളുകൾ അവരെ ബഹുമാനിക്കും. ഓൽക്ക് സ്ഥാനം കൊടുക്കണ്ട പറഞ്ഞാലും ആളുകൾ സ്ഥാനം കൊടുക്കും. എന്ന മാതിരി ബഹുമാനിക്കപ്പെടേണ്ട സാധനങ്ങൾ ബഹുമാനിക്കേണ്ടാത്ത രൂപത്തിൽ പ്രവർത്തിച്ചാലും അള്ളാഹു അതിനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന് എന്തുണ്ട്, അതിന് അവഗണിക്കാൻ കഴിയില്ല. അവര് പരിഗണിക്കുകയാണ്. എത്രത്തോളം പരിഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ, റൗള ഷരീഫിന്റെ മുകളിലുള്ള പിന്നെ വിരി ഉണ്ടാക്കാൻ വേണ്ടിയും കഅബയുടെ ഹില്ലുണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറി, ഒരു നിർമ്മാണശാല തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കാണാം. ഹുദൈബിയ മ്യൂസിയം അതിലുള്ള കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് തടസ്സങ്ങൾ വരില്ല വിചാരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മളവിടെ എത്തിയതിന്റെ ശേഷം നിലവില് അടവാണ്, കാണാൻ കഴിയൂല എന്ന് പറഞ്ഞ് മടങ്ങി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മുടെ ഭാഗ്യം പോലെ. ഇൻഷാ അല്ലാഹ് തുറന്നിട്ടുണ്ട്. കയറാൻ കഴിയുമെങ്കിൽ നമുക്ക് കയറാം ഇൻഷാ അല്ലാഹ്. കാത്തു നിൽക്കണം, ധൃതി കാട്ടരുത്. നമ്മൾ സന്ദർശന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വാതന്ത്ര്യം തരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. നമ്മളെ യാത്രയിലൊക്കെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിട്ടുണ്ട്, പൊതു കാഴ്ചപ്പാടുകളെ നമ്മൾ അംഗീകരിക്കണം എന്ന് പറഞ്ഞിരുന്നു. ഫസ്റ്റ് ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ധൃതി കാട്ടാൻ പാടില്ല. ഒരു സ്വസ്ഥത, ഒരു റാഹത്ത്. നമ്മള് വണ്ടി ചെന്നിട്ട് ഇറങ്ങിപ്പോയി ഇങ്ങോട്ടോടി എന്നൊന്നും നമ്മൾ പറയില്ല. ഒരു സാവകാശ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അതൊരു സ്വസ്ഥതക്കാണ്. അതെല്ലാരും പരിഗണിക്കണം. ഫസ്റ്റ് ഒമ്പറണം ഞാൻ പറഞ്ഞിരുന്നു, ചെന്ന ഉടനെ പോകല്ലേ എന്ന് വെച്ച് കുറെ ആളുകൾ ശല്യം ചെയ്യലുണ്ട്. അത് ചെയ്യാൻ പാടില്ല. സാവകാശം. ചിലര് മെല്ലെ പോരുന്നവര്, ചിലര് സ്പീഡുള്ളവര്, ചില ധൃതിയുള്ളവര്, ചിലത് നല്ല ആരോഗ്യമുള്ളവരൊക്കെ ഉണ്ടാവും. എല്ലാവരും എന്ത് ചെയ്യണം, വെയിറ്റ് ചെയ്ത് നിൽക്കണം. ഈ ഉംറയില് ഹജ്ജിലുള്ളത്
കാര്യമായി വേണ്ടത് ക്ഷമയാണ്. ക്ഷമ കാണണം, പൊറുതേട് കാണിക്കരുത്. അപ്പൊ എല്ലാരും എന്ത് ചെയ്യാ, നേരത്തെ കഴിഞ്ഞ ആളുകൾ എന്ത് ചെയ്യാ, മറ്റുള്ളവരൊക്കെ കണ്ടോട്ടെ എന്ന് കരുതി വെയിറ്റ് ചെയ്ത് നിൽക്കണം. എല്ലാരും പാടെ ആട്ടിത്തൊളിച്ചിട്ട് നമ്മൾ സ്പീഡാക്കലില്ല. ജനങ്ങൾക്കൊരു സ്വാതന്ത്ര്യവും ഒരു ഇതാണ് ഹുദൈബിയിലുള്ള. അവിടെ തിരിച്ചു പോരുമ്പോ ഇതുവരെ ഉണ്ടായിരുന്നില്ല. കഴിഞ്ഞതില് നമ്മളെ ഗ്രൂപ്പിൽ അതിന്റെ മേലെ പോയ ആളുകൾ ബദർ ഉണ്ടാക്കുന്നുണ്ട്. സംസങ്ങളൊന്നും ഉസ്താദ് ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ല പറഞ്ഞിട്ട്, സംസങ്ങളോട് കാണിച്ചു തന്നില്ലാണ്ട് ബദർ ഉണ്ടാക്കുന്നത്. അവർ പൊന്നാര താത്താരെ നിങ്ങൾ പോയി വന്നപ്പോ കൂടി കൊത്തിരിക്കല, അവിടെ ഒതുങ്ങി കൊത്തിരുന്നോളി, അതൊന്നും ആർക്കും കാണാൻ കഴിയൂല. അപ്പൊ സംഭവം എന്താ വെച്ചാൽ ഈ മ്യൂസിയത്തിൽ പോയപ്പോ പഴയ സംസങ്ങളറിന്റെ ആ ഇരുമ്പുണ്ടല്ലോ, അത് ഈ മ്യൂസിയത്തിലുണ്ട്. അത് കണ്ടപ്പോ ബലു പറയാ ആ ടീമിന് സംസം കളറൊക്കെ കാണിച്ചു കൊടുത്തു, ഞങ്ങൾക്ക് സംസം കളർ കാണിച്ചതില്ല. അപ്പൊ അത് മ്യൂസിയാണ്. അതിൽ പഴയ ഇതുകളുണ്ട്, സംസമിന്റെയും അതുപോലെ ഹജറുൽ അസ്വദിന്റെ ഒക്കെ പഴയ കൂടാരങ്ങളും മറ്റും പഴയ തൂണുകളും. ഇവിടെ കഅബയിൽ വലിയ തീപിടുത്തം ഉണ്ടായിരുന്നു, അന്നുള്ള ആ സംഭവങ്ങളൊക്കെ അവിടെ അതിലുണ്ട്, മ്യൂസിയത്തിലുണ്ട്. അത് കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് കിട്ടി. അതിന്റെ മുമ്പ് കൊല്ലങ്ങളായിട്ട് കിട്ടിയിട്ടില്ല. കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്കും കാണിച്ചു തരാം ഇൻഷാ അല്ലാഹ്. ഇതൊക്കെയാണ് ഹുദൈബിയയിലെ വിശേഷങ്ങൾ. അല്ലാഹു നമുക്ക് അവിടെ പോകാൻ ഈ പറഞ്ഞ സ്ഥലങ്ങളൊക്കെ കാണാനും തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ശ്രദ്ധിക്കുക, ഇനി നമുക്കുള്ളത് ഹുദൈബിയയിലെ ഒരു മ്യൂസിയമാണ്. കേൾക്കുന്നില്ലേ? ഹലോ, കേൾക്കുന്നില്ലേ? ഓക്കെ. ഹുദൈബിയയിലെ പ്രസിദ്ധമായ ഒരു മ്യൂസിയമാണ്. ആ മ്യൂസിയത്തിൽ ഒരുപാട് പഴയകാല സ്മാരകങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്ന രൂപത്തിൽ തയ്യാർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഹിജ്റയുടെ 1-ാം നൂറ്റാണ്ടിൽ ഉള്ള കഅബയുടെ വിവിധങ്ങളായ ഭാഗങ്ങൾ, സംസം കിണറിന്റെ പിൽക്കാലത്ത് ഉണ്ടായിരുന്ന രൂപങ്ങൾ, മഖാം ഇബ്രാഹിമിന്റെ രൂപങ്ങൾ, കഅബയുടെ പുരാതനമായ പഴക്കമേറിയ കില്ലകൾ, കഅബയുടെ വിവിധങ്ങളായ ഭാഗങ്ങളിൽ മുമ്പ് തീപിടുത്തങ്ങൾ ഉണ്ടായപ്പോൾ ഉണ്ടായിരുന്ന മരത്തടികൾ, പഴയകാല നാണയങ്ങൾ, പഴയകാല ഘടികാരങ്ങൾ, ക്ലോക്കുകൾ, ടൈം പീസ് എന്നൊക്കെ പറഞ്ഞു തരാം, ക്ലോക്കുകൾ. അങ്ങനെ മക്കയുമായി ബന്ധപ്പെട്ട പുരാതനമായ ചില കാഴ്ചകൾ അടുത്ത കാലത്തുള്ളതും ഉണ്ട്. ഈ അടുത്ത കാലത്ത് ഉള്ള ചില കാഴ്ചകളും ഉണ്ട്. പഴയ മക്കയുടെ രൂപങ്ങൾ, മക്കയുടെ പഴയ ചിത്രങ്ങളൊക്കെ കാണാം. അത് നല്ലൊരു കാഴ്ചയാണ്. ഇൻഷാല്ലാ ചെറിയ വീഡിയോസോ ഫോട്ടോസോ ഒക്കെ വേണമെങ്കിൽ എടുത്ത് നിങ്ങൾ ഇൻഷാല്ലാ കാഴ്ചകളൊക്കെ കാണാം. അപ്പോ ഹുദൈബിയ മ്യൂസിയം നിങ്ങൾക്കൊരു ഭാഗ്യം കിട്ടിയതാണ്. സാധാരണ അത് കിട്ടാറില്ല. 4-5 വർഷമായിട്ട് ആർക്കും അത് ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല. അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നില്ല 3-4 വർഷമായിട്ട്. കൊറോണയുടെ മുമ്പാണ് അങ്ങോട്ട് പ്രവേശനം ഉണ്ടായിരുന്നത്. ഇപ്പോ വീണ്ടും അൽഹംദുലില്ലാ ഈ കഴിഞ്ഞ ഹജ്ജോടുകൂടെ, ഹജ്ജോ അല്ലെങ്കിൽ ഹജ്ജിന്റെ ശേഷം, ഞങ്ങൾക്ക് കിട്ടുന്നത് ഹജ്ജിന് ശേഷമാണ്. ഹജ്ജിന് ശേഷം അൽഹംദുലില്ലാ പിന്നീട് അതിനുള്ള ഒരു അവസരം കിട്ടി. ഇപ്പൊ അത് തുറന്നിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ആ കാഴ്ചകള് നമുക്ക് കാണാം. അതിന്റെ തൊട്ടടുത്തുള്ള ബിൽഡിംഗ് തന്നെയാണ് കഅബയുടെ. ഇന്നലെ ആരോ ചോദിച്ചിരുന്നില്ലേ, കഅബയുടെ കില്ല നിർമ്മിക്കുന്നത് എവിടെയാണെന്ന് ചോദിച്ചിരുന്നില്ലേ? അതിവിടെയാണ്. റൗള ഷരീഫ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹുജറ ഷരീഫിൽ ഖബർ ഷരീഫിന്റെ മുകളിൽ ഇടുന്ന പച്ച വിരിയുണ്ട്. ആ പച്ച വിരിയും ആദരവോടുകൂടെ ജാറത്തിനും മഹാന്മാർക്കൊക്കെ എന്തായാലും ഉള്ളിന്റെ ഉള്ളിൽ അറിയാതെ സ്ഥാനം കൊടുക്കേണ്ടി വരും. അത് ഉറപ്പാണല്ലോ. നല്ല ആളുകൾ ഓനെ എത്ര ബഹുമാനിക്കണ്ടെന്ന് നമ്മൾ നല്ലൊരാളെ പറ്റി പറഞ്ഞാലും ആളുകൾ അവരെ ബഹുമാനിക്കും. ഓൽക്ക് സ്ഥാനം കൊടുക്കണ്ട പറഞ്ഞാലും ആളുകൾ സ്ഥാനം കൊടുക്കും. എന്ന മാതിരി ബഹുമാനിക്കപ്പെടേണ്ട സാധനങ്ങൾ ബഹുമാനിക്കേണ്ടാത്ത രൂപത്തിൽ പ്രവർത്തിച്ചാലും അള്ളാഹു അതിനൊരു സ്ഥാനം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഗവൺമെന്റിന് എന്തുണ്ട്, അതിനെ അവഗണിക്കാൻ കഴിയില്ല. അവര് പരിഗണിക്കുകയാണ്. എത്രത്തോളം പരിഗണിക്കുന്നു എന്ന് ചോദിച്ചാൽ, റൗള ഷരീഫിന്റെ മുകളിലുള്ള പിന്നെ വിരി ഉണ്ടാക്കാൻ വേണ്ടിയും കഅബയുടെ കില്ലുണ്ടാക്കാൻ വേണ്ടി ഒരു ഫാക്ടറി, ഒരു നിർമ്മാണശാല തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അത് നമുക്ക് കാണാം. ഹുദൈബിയ മ്യൂസിയം അതിലുള്ള കാഴ്ചകൾ ഇൻഷാ അല്ലാഹ് തടസ്സങ്ങൾ വരില്ല വിചാരിക്കുക. ചിലപ്പോഴൊക്കെ നമ്മളവിടെ എത്തിയതിന്റെ ശേഷം നിലവില് അടവാണ്, കാണാൻ കഴിയൂല എന്ന് പറഞ്ഞ് മടങ്ങി പോകുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അത് നമ്മളെ ഭാഗ്യം പോലെ ഇൻഷാ അല്ലാഹ് തുറന്നിട്ടുണ്ട്, കയറാൻ കഴിയുമെങ്കിൽ നമുക്ക് കയറാം ഇൻഷാ അല്ലാഹ്.